AKG എന്ന 3 വാക്കിന് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിലും അതിൻ്റേതായിട്ടുള്ള നല്ലൊരു പങ്ക് തന്നെ വഹിക്കാനുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിലെ സ്വർണ്ണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ട 3 വാക്കുകളാണ് AKG. കേരളത്തിലെ ഏറ്റവും സമ്മതനായ രാഷ്ട്രീയ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്, പൊതുയോഗങ്ങളിലും പൊതുപ്രക്ഷോഭങ്ങളിലും കർഷക സമരങ്ങളിലും മുൻപന്തിയിൽ നിന്നിരുന്ന രാഷ്ട്രീയ നേതാവ്, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവായിരുന്നു AKG, നമ്മുടെ AK ഗോപാലൻ. അദ്ദേഹത്തിന്റെ പേര് രാഷ്ട്രീയ ചരിത്രത്തിലും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും മാത്രമല്ല നമ്മൾ കേട്ടിട്ടുള്ളത്, ഇന്ത്യയുടെ ജുഡീഷ്യറിയിലും അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു തന്നെ ഉച്ചത്തിൽ തന്നെ കേൾക്കുകയുണ്ടായി. അദ്ദേഹത്തിന് കരുതൽ തടങ്കലിനെതിരെ അദ്ദേഹം നയിച്ച നിയമ പോരാട്ടം ഇന്നും നമ്മുടെ ജുഡീഷ്യറിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കേസ് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. ഹലോ, നമസ്കാരം. സൈലം PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നു മുതൽ ചരിത്രം തിരുത്തിയ ജുഡീഷ്യറിയുടെ വിധി പ്രഖ്യാപനങ്ങൾ നമ്മളൊരു സീരീസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണ്. അതിൽ ആദ്യത്തേതാണ് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. നമ്മൾ AKGനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതിനെ കൊണ്ട് ഏറ്റവും പൊതുസമ്മതനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എൻ്റെ ജീവിതകഥയിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ നാടിൻ്റെ ഒരറ്റത്തു നിന്നും അങ്ങേയറ്റത്തേക്ക് സഞ്ചരിക്കുക, പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുക, കർഷക സമരങ്ങളിൽ പങ്കെടുക്കുക, പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുക, അതേപോലെ നമ്മുടെ പോലീസുകാരെ വഴക്ക് പറയുക, ജയിലിൽ കിടക്കുക, ഇതൊക്കെയായിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് എൻ്റെ ജീവിതചര്യ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ആ ഒരു ജീവിതം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിലും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് ശേഷമാണെങ്കിലും ഇത് തുടർന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. സ്വന്തം പാർട്ടിയുടെ സമരങ്ങളിൽ മാത്രമല്ല, മറ്റു പാർട്ടികളുടെ സമരങ്ങളിൽ ചെന്ന് പങ്കെടുക്കുകയും അവർക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് സ്വയം ചോദിച്ച് മനസ്സിലാക്കുകയും അത് നിറവേറ്റിയെടുക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു AKG. ഇത്രത്തോളം പൊതുസമ്മതനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ഭരണകൂടം ഭയക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഓഗസ്റ്റ് 15 ആ ഒരു സമയത്ത് എല്ലാ രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിക്കും എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ AKGനെ അന്ന് മോചിപ്പിച്ചില്ല. അതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എന്തിനു വേണ്ടിയിട്ടാണോ ഞാൻ എൻ്റെ യൗവനം ചെലവഴിച്ചത്, ജയിലിൽ കടന്നത്, അത് ഞാൻ നിറവേറ്റിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ ഇന്നും ഒരു തടവുകാരനാണ്. പക്ഷേ എന്നെ തടവിലിട്ടത് വെള്ളക്കാരല്ല, ഇന്ത്യക്കാരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ AKG ജയിലിലായിരുന്നു. എല്ലാവരെയും പോലെ തന്നെ അദ്ദേഹത്തിനും സ്വാതന്ത്ര്യം ആഘോഷിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൈവശമുണ്ടായിരുന്ന ത്രിവർണ്ണ പതാക ജയിൽ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗം തുടങ്ങി ഒരു 4-5 മിനിറ്റോ കഴിഞ്ഞപ്പോൾ ജയിൽ അധികൃതർ അദ്ദേഹത്തിന്റെ പ്രസംഗം തടയുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 17 1947 AKG ജയിൽ മോചിതനാകുന്നുണ്ട്. ജയിൽ മോചിതനായതിനു ശേഷം AKG സമരമേഖലയിൽ തന്നെ അദ്ദേഹം തുടർന്നു പോകുന്നു. വീണ്ടും 17 ഡിസംബർ 1947 AKGനെ കരുതൽ തടങ്കലിലാക്കുകയാണ്. അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. 1950 ജനുവരി 26 ഇന്ത്യ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാഷ്ട്രമായി മാറുന്നു. ഇന്ത്യക്ക് ഒരു ഭരണഘടനയും നിലവിൽ വരുന്നു. ഇന്ത്യ ഗവൺമെൻറ് അന്ന് 1950 പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ട്, കരുതൽ തടങ്കൽ നിയമം കൊണ്ടുവരുന്ന 1950. ഈ നിയമപ്രകാരം AKG ഉൾപ്പെടെയുള്ള പല ആൾക്കാരെയും കരുതൽ തടങ്കലിലാക്കിയത് റെഗുലറൈസ് ചെയ്യാനായിട്ട് നമ്മുടെ അന്നത്തെ ഭരണകൂടം ശ്രമിക്കുന്നുണ്ടായിരുന്നു. AKGയുടെ ഒരു വാദമുഖം എന്ന് പറയുന്നത് ഈ കരുതൽ തടങ്കൽ നിയമം മൗലിക അവകാശങ്ങൾക്ക് എതിരാണ്. മൗലിക അവകാശങ്ങളായിട്ട് ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 22 എന്നിവയെ ലംഘിക്കുന്നതാണ് എന്നാണ് AKGയുടെ ഒരു വാദമുഖം. അദ്ദേഹത്തിൻ്റെ ആ കേസിൻ്റെ വാദം കേൾക്കാനായിട്ട് അന്നുണ്ടായിരുന്നത് ഒരു 6 അംഗ ബെഞ്ചായിരുന്നു. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന HJ ഖനിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ബെഞ്ചാണ് വാദം കേട്ടത്. AKGയുടെ അഡ്വക്കേറ്റ് ആയിട്ടുണ്ടായിരുന്നത് അഡ്വക്കേറ്റ് നമ്പിയാർ സാറും ആയിരുന്നു. AKG പ്രധാനമായിട്ടും വാദിച്ചത് 3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ആർട്ടിക്കിൾ 19 ബന്ധപ്പെട്ട് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ നിയമം ആർട്ടിക്കിൾ നമ്പർ 19 ലംഘനമാണ്. പ്രത്യേകിച്ചും ആർട്ടിക്കിൾ 19(1)D സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ. രണ്ടാമതായിട്ട് അദ്ദേഹം വാദിച്ചത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ട് നമ്മൾ ആർട്ടിക്കിൾ നമ്പർ 21 ലംഘനമാണ് എന്നാണ് വാദിച്ചത്. ആർട്ടിക്കിൾ 21 എന്താ പറയുന്നത് നമുക്കറിയാം: ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും. നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരു വ്യക്തിയുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും ഹനിക്കാൻ പാടില്ല. ഇതാണ് ആർട്ടിക്കിൾ നമ്പർ 21 പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ നമ്പർ 21 പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. AKG വാദിച്ചത് നമ്മൾ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ നമ്പർ 21 പറയുന്ന പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ നമ്മൾ അമേരിക്കൻ ഭരണഘടനയിലുള്ള ഡ്യൂ പ്രോസസ് ലോയുമായിട്ട് താരതമ്യം ചെയ്ത് അതേപോലെ ഉള്ളതാണ് എന്നാണ് AKG ഒരു വാദമായിട്ട് ഉന്നയിച്ചത്. അദ്ദേഹത്തിന് മൂന്നാമത്തെ വാദമായിട്ട് വന്നത് ആർട്ടിക്കിൾ 22 പ്രകാരമായിരുന്നു.
ആർട്ടിക്കിൾ 22 അറസ്റ്റിനും തടങ്കലിനുമെതിരായിട്ടുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 22 ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ബോധിപ്പിക്കണം. അതേപോലെ വക്കീലിനെ കാണാനുള്ള നിയമസഹായത്തിനുള്ള അവകാശം ലഭ്യമാക്കണം. അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ 24 മണിക്കൂറിൽ ഹാജരാക്കണം എന്നീ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ AKGക്ക് അവിടെ വിനയായിട്ട് വന്നത് ആർട്ടിക്കിൾ 22 പറയുന്ന ഒരു എക്സെപ്ഷൻ ആയിരുന്നു. ആ എക്സെപ്ഷനായിട്ട് പറയുന്നത് കരുതൽ തടങ്കലിൽ നിൽക്കുന്ന ഒരാൾക്ക് ആർട്ടിക്കിൾ നമ്പർ 22 ആ ഒരു സംരക്ഷണം ലഭ്യമല്ല എന്നുള്ളതായിരുന്നു. സുപ്രീം കോടതിയിൽ വിശദമായിട്ട് തന്നെ അദ്ദേഹത്തിന് വാദമുഖങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. മെയ് 19, 1950 ഈ ഒരു കേസിന്റെ വിധി പ്രഖ്യാപനം വന്നു. ഈ ഒരു കേസിന്റെ വിധി AKGക്ക് എതിരായിട്ടായിരുന്നു. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന HJ ഖനിയ ഉൾപ്പെടെയുള്ളവർ നിയമത്തിന്റെ ടെക്നിക്കാലിറ്റിയിൽ ഒതുങ്ങി നിന്ന് വിധി പ്രഖ്യാപനം നടത്തിയപ്പോൾ എതിരായിട്ടുള്ള അഭിപ്രായമായിരുന്നു അന്ന് ജസ്റ്റിസ് ഫസൽ അലി നടത്തിയത്. അദ്ദേഹം അവകാശങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഈ ഒരു കേസിന്റെ വിധി പ്രഖ്യാപനം AKGക്ക് എതിരായിരുന്നു. കരുതൽ തടങ്കൽ നിയമത്തിന്റെ ഭരണഘടനാ സാധുത സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. സുപ്രീം കോടതി പറഞ്ഞു, കരുതൽ തടങ്കൽ നിയമം നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമങ്ങളിലൂടെ കൊണ്ടുവന്നതാണ്, അത് നിയമപരമായി നിലനിൽക്കുന്നതാണ് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത്. ജസ്റ്റിസ് HJ ഖനിയ ആർട്ടിക്കിൾ 19 ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 19(d) സഞ്ചാര സ്വാതന്ത്ര്യം സ്വതന്ത്രമായിട്ടുള്ള ജനവിഭാഗങ്ങൾക്കുള്ളതാണ്, ഫ്രീ ആയിട്ടുള്ള ജനവിഭാഗങ്ങൾക്കുള്ളതാണ്, അല്ലാതെ കരുതൽ തടങ്കലിൽ കിടക്കുന്നവർക്കുള്ളതല്ല എന്നാണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 19(1)(d) ആർട്ടിക്കിൾ 19(5) പറയുന്ന ആ ഒരു ടെസ്റ്റ് പാസ്സാകേണ്ട കാര്യമൊന്നുമില്ല എന്നും ജസ്റ്റിസ് HJ ഖനിയ പറയുന്നുണ്ട്. പക്ഷേ ജസ്റ്റിസ് ഫസൽ അലിക്ക് എതിരഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് പോലുള്ള നിയമങ്ങൾ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തെ ലംഘിക്കുകയാണ്, അതൊരിക്കലും അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അടുത്തായിട്ട് സുപ്രീം കോടതിയുടെ മുന്നിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 21 നാരോ ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണോ അതോ വൈഡറായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണോ എന്നുള്ളതായിരുന്നു. AKGയുടെ ഒരു വാദമുഖം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 പറയുന്ന ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും എന്ന് പറയുന്നത് നാരോ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. എപ്പോഴും ഗവൺമെൻറ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു വൈഡർ സെൻസിൽ ഇൻ്റർപ്രറ്റ് ചെയ്യണം എന്നായിരുന്നു AKGയുടെ ഒരു വാദമുഖം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കേസിൻ്റെ വിധി പ്രഖ്യാപനത്തിലേക്ക് വരും ജസ്റ്റിസ് HJ ഖനിയ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മുടെ നിയമത്തിലെ ടെക്നിക്കാലിറ്റിയിൽ ഒതുങ്ങി നിന്നപ്പോൾ അവിടെ ജസ്റ്റിസ് HJ ഖനിയ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 നമ്മൾ നാരോ ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ അമേരിക്കൻ ഭരണഘടനയിൽ പറയുന്നതിന് കൂട്ട് ഡ്യൂ പ്രോസസ് ഓഫ് ലോയുമായിട്ട് കൂട്ടിക്കലർന്ന് നമ്മൾ എടുക്കേണ്ട കാര്യം നമുക്കില്ല. നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമങ്ങളിലൂടെയാണ് ഒരു നിയമം വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഫെയർ ആണെന്നോ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിനേക്ക് അത് ലംഘിക്കുന്നോ എന്നുള്ള കാര്യമൊന്നും നമ്മളവിടെ നോക്കേണ്ടതില്ല എന്നാണ് ജസ്റ്റിസ് HJ ഖനിയ പറഞ്ഞത്. പക്ഷേ ഇവിടെയും ജസ്റ്റിസ് ഫസൽ അലിക്ക് എതിരഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 നമ്മൾ വൈഡറായിട്ട് തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതാണ്. ആർട്ടിക്കിൾ 21 പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ലൈഫ് ആൻഡ് ലിബർട്ടി നിഷേധിക്കപ്പെടുന്നവർക്ക് ആദ്യം ഒരു നോട്ടീസ് നൽകണം, അവരുടെ വാദങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം നൽകണം. ഈ വാദങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഇമ്പാർഷ്യലായിട്ടുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റം വേണം. ഇതായിരുന്നു ജസ്റ്റിസ് ഫസൽ അലി പറഞ്ഞത്. ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് ഇങ്ങനെയാണ് ഉള്ളത് എന്നും ജസ്റ്റിസ് ഫസൽ അലി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 22 നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക് അറസ്റ്റ് എന്തിനാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നറിയാനുള്ള അവസരവും വക്കീൽ നിയമസഹായം തേടാനുള്ള അവസരവും 24 മണിക്കൂറിൽ മജിസ്ട്രേറ്റിനെ കാണാനുള്ള അവസരവും ലഭ്യമാക്കണമെന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 22 ക്ലോസ് 4 ഒരാളെ കരുതൽ തടങ്കിൽ വെക്കുമ്പോൾ ഒരു അഡ്വൈസറി ബോർഡിൻ്റെ നിർദ്ദേശം സ്വീകരിക്കണമെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ AKGക്ക് വിനയായത് ആർട്ടിക്കിൾ 22 ക്ലോസ് 7 പറയുന്ന ഒരു കാര്യമായിരുന്നു. പാർലമെൻറ്റ് നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമങ്ങളിലൂടെ വ്യവസ്ഥ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അഡ്വൈസറി ബോർഡിൻ്റെ ഒരു ഉപദേശം സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതായിരുന്നു യഥാർത്ഥത്തിൽ AKGക്ക് വിനയായിട്ട് വന്നത്. ജസ്റ്റിസ് HJ ഖനിയ ഈ പറഞ്ഞിരുന്നൊരു വാദമുഖം അത് പര്യാപ്തമാണ് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റിസ് ഫസൽ അലി പറഞ്ഞു ഇതൊരിക്കലും പര്യാപ്തമല്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ആർട്ടിക്കിൾ 13 ക്ലോസ് 2 പറയുന്നുണ്ട് ഒരിക്കലും പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്താൻ പാടില്ല. അഥവാ അങ്ങനെ നിയമനിർമ്മാണങ്ങൾ നടത്തിയാൽ തന്നെ അത് അസാധുവായി പ്രഖ്യാപിക്കാം, ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കാമെന്നും പറയുന്നുണ്ട്. AKG ഈ കേസിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ജയിൽ മോചിതനായില്ലെങ്കിൽ പോലും കരുതൽ തടങ്കൽ നിയമത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനും
അത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനും എനിക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. സുപ്രീം കോടതിയിൽ ഈ ഒരു കേസ് പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിൽ വേറൊരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള നിയമപരിജ്ഞാനങ്ങളും ഇല്ലാത്ത AKG മദ്രാസ് ഹൈക്കോടതിയിൽ സ്വമേധയാ വാദിക്കുകയാണ് ചെയ്തത്. അവിടെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പിന്നീട് നടന്നത് ചരിത്രമാണ്. AKG വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതിയുടെ ആ ഒരു വിധി പ്രഖ്യാപനം രാഷ്ട്രത്തിന് പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ നിയന്ത്രിക്കാൻ വരെയുള്ള അധികാരം നൽകുകയുണ്ടായി. 1978 വരെ ഇത് തുടർന്ന് വരികയും ചെയ്തു. 1978 ഇതിനൊരു മാറ്റം സംഭവിക്കുന്നത്. 1978 മേനകാഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിനകത്ത് സുപ്രീം കോടതി 1950 AKG വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന കേസിന്റെ വിധി പ്രഖ്യാപനം തിരുത്തുകയും ചെയ്യുന്നുണ്ട്. RC കൂപ്പർ പോലുള്ള കേസുകളിൽ സുപ്രീം കോടതി മൗലികാവകാശങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളും മറ്റും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ സംസാരിക്കാം. താങ്ക് യു.